ഈ കേസിന്റെ തുടക്കം മുതൽ, അതായത് പെട്രോൾ ബങ്കിനുള്ള NOCക്ക് അപേക്ഷ നൽകുന്നത് മുതലേ ഇവിടെ വലിയ തോതിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഗന്ധമടിക്കുന്നുണ്ട്. ഇതാരാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ മുതൽ മുടക്കുകാരൻ ആരാണ്? ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആൾ ഒരു ബിനാമിയാണോ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് CPM-ഉമായിട്ടുള്ളൊരു ബന്ധം എന്താണ്? പിന്നീട് വിളിക്കാത്ത യാത്രയപ്പിയോത്തിന് ദിവ്യ കടന്നു വരുന്നത്, അവർക്കവിടെ സംസാരിക്കാൻ കളക്ടർ അനുവാദം നൽകുന്നത്, ഇതെല്ലാം വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കാണാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത്തരത്തിൽ വളരെ കൃത്യമായ ആസൂത്രണം, ഗൂഢാലോചന നടത്തുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും പ്രശാന്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പലവട്ടം നവീൻ ബാബുവിനെ ഓഫീസിൽ പോയി കണ്ടിട്ടുണ്ട് ഈ ആവശ്യത്തിന് വേണ്ടി എന്നുള്ളതാണ്. അങ്ങനെ പരിചയമുള്ള ഒരാളെ വഴിയിൽ കണ്ടാൽ ആരെങ്കിലും സംസാരിക്കാതിരിക്കുമോ? അതുപോലെ തന്നെ വിജിലൻസ് ഓഫീസിലേക്ക് പോകുന്നതിന്റെയും വരുന്നതിന്റെയും ദൃശ്യങ്ങൾ, അതൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ ആർക്കാണ് വയ്യാത്തത്? അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം പ്രശാന്ത് പറഞ്ഞത് സ്വർണം പണയം വെച്ചിട്ടാണ് ഈ തുക ഉണ്ടാക്കിയതെന്നാണ്. പക്ഷെ പിന്നീട് ആരോഗ്യവകുപ്പ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി. ഇയാൾ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്. പരിയാരം മെഡിക്കൽ കോളേജില് ഏതോ ഒരു ചെറിയ തസ്തികയില് ജോലി ചെയ്യുന്ന ആളാ. അതേപറ്റി ആരോഗ്യവകുപ്പ് ചോദിച്ചപ്പോൾ ഇയാൾ എന്താ പറഞ്ഞത്? റബ്ബർ വിറ്റ പൈസയാണെന്നാണ്. ആദ്യം പറഞ്ഞു സ്വർണം പണയം വെച്ചു, പിന്നീട് പറഞ്ഞു റബ്ബർ വിറ്റ പൈസയാണെന്ന്. ഇപ്പൊ വിജിലൻസിനെ കൊടുത്തിരിക്കുന്നത് ഈ സ്വർണം പണയം വെച്ചതിന്റെ രസീതാണ്. ഏതൊക്കെ കാരണത്തിന് വേണ്ടി സ്വർണം പണയം വെക്കാൻ പറ്റും? എന്നിട്ട് ആ പണം എവിടെ? അത് നവീൻ ബാബുവിന് കൊടുത്തിട്ടില്ല, കൈപ്പറ്റിയിട്ടില്ല, സൂക്ഷിച്ചിട്ടില്ല എന്ന് വിജിലൻസ് പറയുമ്പോൾ ആ പണം പിന്നെ എവിടെ പോയി? അത് കണ്ടെത്തേണ്ടതല്ലേ? വിജിലൻസ് കേസുകളിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്? അഴിമതി സംബന്ധിച്ച കേസുണ്ടായാൽ ആ പണം എവിടെ? അത് കണ്ടെത്തണ്ടേ? അതിന്റെ ശ്രമം വല്ലതും വിജിലൻസ് നടത്തിയിട്ടുണ്ടോ? ഈ വക സംശയങ്ങൾ, ദുരൂഹതകൾ ഇപ്പോഴും ഈ പ്രാഥമിക റിപ്പോർട്ട് വന്നതിന് ശേഷവും നിലനിൽക്കുകയാണ്. ഒരു പെട്രോൾ ബങ്ക് ആരംഭിക്കുന്നതിന് 5-10 ലക്ഷം രൂപയൊന്നും പോരാ, കോടിക്കണക്കിന് രൂപ വേണം. അതിന് NOCക്ക് അപേക്ഷിക്കുന്ന ഒരു വ്യക്തി പ്രശാന്തൻ, അയാൾ എന്തിനാണ് ഈ കൈക്കൂലി കൊടുക്കാൻ? നവീൻ ബാബു 1 ലക്ഷം രൂപ ചോദിച്ചെന്നാ പറഞ്ഞത്. അത് കൊടുക്കാൻ വേണ്ടി എന്തിനാണ് ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വയ്ക്കുന്നത്? ആദ്യം പറഞ്ഞു 98,500 രൂപ കിട്ടിയെന്നാ, പിന്നെ കേൾക്കുന്നത് 99,500 രൂപ കിട്ടിയെന്നാ. ഈ കണക്ക് ഏതുമായിക്കൊള്ളട്ടെ, നവീൻ ബാബു 1 ലക്ഷമാണല്ലോ ചോദിച്ചത്, നമുക്ക് NOC കിട്ടുകയും വേണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എവിടുന്നെങ്കിലും ഒരു 15,000 രൂപയോ അല്ലെങ്കിൽ 5,000 രൂപ സംഘടിപ്പിച്ച് ഒന്ന് തികച്ചം കൊടുക്കണ്ടേ? അതെന്താ ചെയ്യാതിരുന്നത്? ഈ പണയം കിട്ടിയ തുക അത് മാത്രം കൊണ്ട് കൊടുത്തത് എന്തിനാണ്? മറ്റൊരു കാര്യമുണ്ട്, ഈ ഒരു വലിയ ബിസിനസ് ആണെന്ന് പറഞ്ഞല്ലോ ഈ പെട്രോൾ ബങ്ക്, കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒന്നാണ് എങ്കിൽ അതിനൊരു NOC ലഭിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ NOC ലഭിക്കേണ്ടത്. അതിന് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് എന്തൊരു ചെറിയ തുകയാ. റവന്യൂ വകുപ്പിലെ കൈക്കൂലിയുടെയും ഒക്കെ കണക്ക് റേറ്റ് നമുക്കറിയാം. ഇത്തരത്തിലൊരു NOC 1 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടുമോ? ഇത് ആരോടാ പറയുക? ആരാണിത് വിശ്വസിക്കുക? പ്രശാന്ത് 2 പരാതി നൽകിയെന്നാ പറയുന്നത്. ഒന്ന് വിജിലൻസിന്, മറ്റൊന്ന് മുഖ്യമന്ത്രിക്ക്. 8-ാം തീയതിയാണ് NOC കിട്ടുന്നത്. 10-ാം തീയതി വിജിലൻസിന് പരാതി കൊടുത്തു. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി 10-ാം തീയതി എന്ന് പറയുന്നു. പക്ഷെ ആ പരാതിയില് തീയതി ഇല്ലെന്നും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരു വ്യാജരേഖയായിരുന്നു. തിരുവനന്തപുരത്ത് പാർട്ടി ഓഫീസിൽ സൃഷ്ടിച്ചതാണെന്ന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. പേര് പോലും പറയാ, അവിടെ പ്രശാന്തന, അത് വേറൊരു ഒപ്പാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇമെയിൽ അയച്ചു എന്നാ. അതിന് ഇമെയിൽ അവിടെ ഇല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല. അപ്പോൾ 10-ാം തീയതി വിജിലൻസിന് കൊടുത്ത പരാതിയിന്മേലാണ് ഇപ്പോൾ അന്വേഷണം നടന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഇത് പ്രശാന്തിനല്ല കൊടുത്തിരിക്കുന്നത് പരാതി. അങ്ങനെ 99,500 രൂപ നവീൻ ബാബുവിന് കൊടുത്തതായിട്ട് പ്രശാന്തിന്റെ ഒരു ബന്ധുവാണ് വിജിലൻസിനെ അറിയിച്ചിരിക്കുന്നത്. ഇതാരാണ് ഈ ബന്ധു? ഇതുവരെ ഇല്ലാത്ത ഈ കഥാപാത്രം എവിടെ നിന്ന് വന്നു? ആരാണ് അയാള്? അയാളെന്തിനാണ് പരാതി കൊടുക്കുന്നത്? ആ പരാതിയിന്മേലാണ് അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി എതിരെ പോയി. അന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാൻ 10-ാം തീയതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ
14-ാം തീയതി എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെന്നുവാ. പക്ഷേ ഇവിടെ വിജിലൻസിന് ബന്ധു കൊടുത്ത പരാതിയിന്മേലാണ് 14-ാം തീയതി ചോദ്യം ചെയ്യാൻ വിളിച്ചത്. 10-ാം തീയതി വിജിലൻസിന് കൊടുത്ത പരാതി, അതിന്മേൽ എങ്ങനെയാണ് 14-ാം തീയതി മൊഴിയെടുക്കാൻ വിളിക്കുക? സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ളൊരു പരാതി വന്നാൽ അപ്പൊ തന്നെ ഒരു ക്വിക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതാ. കാരണം ഇത് 99,500 രൂപയോളം കൈക്കൂലി കൊടുത്ത കേസാ. അപ്പൊ പണം കണ്ടെത്തണം, അതെവിടെയാ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ അന്വേഷണം നടക്കേണ്ടതാ. എന്തുകൊണ്ടാണ് അന്വേഷണം നീണ്ടുപോയത്? സത്യപചാരി കേസില് ദിവ്യക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്ത ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ ഈ പ്രശാന്തിനെതിരായിട്ട് കേസെടുക്കേണ്ടതായിരുന്നു. അയാൾ ഒരു പെട്രോൾ ബങ്കിന്റെ NOCക്ക് അപേക്ഷിച്ചു. അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് മൂലധനം എവിടെ നിന്നാണ്? അയാളൊരു സാധാരണ സർക്കാർ ജീവനക്കാരനാണ്, ഒരു പ്യൂണോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുകളിലോ ഉള്ള ഒരു ഉദ്യോഗസ്ഥനാ. അയാൾക്ക് ഈ കോടിക്കണക്കിന് രൂപ എവിടെ നിന്ന് കിട്ടി? അയാൾക്ക് അതിനുള്ള സ്വത്തുണ്ടോ? വരവിനേക്കാൾ കൂടുതൽ സ്വത്ത് അയാൾ ആർജിച്ചിട്ടുണ്ടോ? അത് അന്വേഷിക്കേണ്ടതല്ലേ? ഇപ്പൊ അയാൾ കൊടുത്ത പരാതിയിന്മേൽ നവീൻ ബാബുവിനെതിരായിട്ട് അന്വേഷണം നടന്നു. എന്തുകൊണ്ട് ഈ പ്രശാന്തിനെതിരായിട്ട് അന്വേഷണം നടന്നില്ല? അയാളുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ പരാതി വ്യാജരേഖയായിരുന്നില്ലേ? വ്യാജ ഒപ്പിട്ടതായിരുന്നില്ലേ? മറ്റാളുകൾ തയ്യാറാക്കിയതായിരുന്നില്ലേ? അതിന്റെ പേരിൽ അയാൾക്കെതിരെ അന്വേഷണം നടക്കേണ്ടതല്ലേ? ഇതൊന്നും നടക്കുന്നില്ല. പ്രശാന്ത് എപ്പോഴും സംരക്ഷിതനാണ്. പ്രശാന്തിന് CPM നേതാക്കളുമായിട്ട് അത്രയ്ക്ക് അടുത്ത ബന്ധമാണുള്ളത്. ഈ പെട്രോൾ ബങ്കിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരിൽ പലരും CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അപ്പൊ അയാളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇതുവരെ അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ ആ അന്വേഷണവും ഇതിൽ നവീൻ ബാബുവിനെതിരായിട്ട് ഒരു തെളിവുമില്ല, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനുള്ള ഒരു പഴുതുമില്ല എന്ന് വളരെ പരിശ്രമിച്ചു നോക്കിയതിനു ശേഷം വിജിലൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നവീൻ ബാബുവിനെ കുറ്റക്കാരനായി ചിത്രീകരിക്കാനും അതുവഴി CPM നേതാക്കളെ, ഇപ്പോൾ ഒരു പ്രതിയേ ഉള്ളൂ, നാളെ CBI വന്നാൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകും, അവരെയൊക്കെ സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങളാണ് CPM ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പരാജയപ്പെടുന്നതും ജനങ്ങളുടെ മുമ്പിൽ അവര് തുറന്നു കാട്ടപ്പെടുന്നതും ഈ പാർട്ടി മനസ്സിലാക്കുന്നില്ലേ? എന്തുകൊണ്ട് CPM-ന് ഇങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്ന പരാജയങ്ങൾ ഒരു പാഠമാവുന്നില്ല? ചെളി നിറഞ്ഞ ചതുപ്പ് നിലത്തിലിറങ്ങിയ ഒരു ആനയെ പോലാണ് ഈ കേസിൽ ഇപ്പോൾ പാർട്ടി പെട്ടിരിക്കുന്നത്. നിറയെ ചെളിയാണ്. ഓരോ അടി മുന്നോട്ട് വയ്ക്കും തോറും ആന കൂടുതൽ കൂടുതൽ ചെളിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്.